മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാര് നരേന്ദ്രമോദിയെ കണ്ട് എന്താണോ കേരള ജനതയോട് വിളിച്ചു പറഞ്ഞത് അതേപോലെ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് കാന്തപുരം ഉസ്താദിന്റെ മകൻ മുഹമ്മദ് അബ്ദുൽ ഹക്കീം വിളിച്ചു പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഒരു നല്ല സുരക്ഷിതമായ ഭരണഘടനയുടെ കീഴില് നല്ല നിയമ സംവിധാനമൊക്കെയുള്ള ഒരു രാജ്യത്താണ് മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുന്നത്. ലോകത്ത് മറ്റു പല രാജ്യങ്ങളിലും ഉള്ളതിനേക്കാളൊക്കെ വളരെ കൂടുതൽ മുസ്ലിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ട്. മറ്റു മതങ്ങളെപ്പോലെ തന്നെ മുസ്ലിങ്ങളുടെ മതകാര്യങ്ങളും മറ്റുമൊക്കെ നടക്കുന്നുണ്ട്. ആ അടിസ്ഥാനത്തിലാണ് പൂർണ്ണമായും മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു രീതിയിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കേട്ടില്ലേ? സുരക്ഷിതമായ ഭരണഘടനയുടെ കീഴിൽ നല്ല നിയമങ്ങളൊക്കെയുള്ള ഈ രാജ്യത്ത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്ന് തന്നെയാണ് തന്റെ പിതാവ് പ്രഖ്യാപിച്ചത്. അത് തന്നെയാണ് സംഘടനയുടെ നിലപാട് എന്ന് വീണ്ടും കാന്തപുരത്തിന്റെ മകനും രംഗത്തെത്തിയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അന്തസ്സുള്ള പിതാവിന്റെ അന്തസ്സുള്ള മകൻ എന്ന് ഇദ്ദേഹത്തെ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കാൻ സാധിക്കും. ഇവിടെ കുറെ ആളുകൾ സകല ജിഹാദികളും കൂടി രംഗത്തെത്തിയിട്ട് ഉറഞ്ഞു തുള്ളിയിട്ട് രാജ്യത്ത് നരേന്ദ്രമോദി ഭരിക്കുന്ന രാജ്യത്ത് മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്ന് കാന്തപുരം ഉസ്താദ് പറഞ്ഞപ്പോഴേക്ക് അതിനെതിരെ ജിഹാദികളൊക്കെ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് അങ്ങ് പേടിപ്പിച്ചാൽ പേടിക്കുകയൊന്നുമില്ല. കാന്തപുരം സമസ്ത എന്ന് കാന്തപുരത്തിന്റെ മകൻ തന്നെ കൃത്യമായിട്ട് പ്രഖ്യാപിച്ചത് നിങ്ങളൊക്കെ തന്നെ കേട്ടില്ലേ? ഇനി എന്ത് ചെയ്യും കേരളത്തിലെ ജിഹാദികള്? ഇദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞ മറ്റൊരു കാര്യം ഓരോ ഭാരതീയനും അഭിമാനത്തിൽ ഓർക്കേണ്ടതാ. ലോകത്ത് മറ്റേതൊരു രാജ്യത്തെക്കാളും സുരക്ഷിതമായിട്ട് സ്വാതന്ത്ര്യത്തില് നമ്മുടെ രാജ്യത്ത് മുസ്ലിങ്ങൾ ജീവിക്കുന്നു എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടനയായിട്ടുള്ള കാന്തപുരം സമസ്തയുടെ സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാവാ ഈ പ്രഖ്യാപിക്കുന്നത്. കേരളത്തിൽ ജിഹാദികൾ എത്ര കാലമായിട്ട് കേരളത്തിലെ ഇടതന്മാരും വലതന്മാരും കൂടിയേ ഈ UDF LDF ജിഹാദികളും കൂടി ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് എത്ര കാലമായിട്ട് മുസ്ലിങ്ങൾക്ക് പ്രശ്നമാണോ എന്ന് പറഞ്ഞ് ഇവിടെ നടക്കുന്നത്. അതിന്റെയൊക്കെ മണ്ടൊക്കെ നോക്കി തന്നെയല്ലേ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കാന്തപുരത്തിന്റെ മകനും ഇവിടെ ഒരു സുന്ദരമായ ഭരണഘടനയുണ്ട്, ഇവിടെ ശക്തമായ നിയമ സംവിധാനങ്ങളുണ്ട്, ഇവിടെ ജനാധിപത്യമല്ലോ, ഇവിടെ ഭരണഘടന അങ്ങനെയാക്കുന്നു, ഇവിടെ ഇങ്ങനെയാക്കുന്നു എന്ന് രാഹുൽ ഗാന്ധി മുതൽ താഴെ തട്ടിലുള്ള സതീശൻ വരെ ഇവിടെയുള്ള അവസാനത്തെ വാർഡ് കോൺഗ്രസ് മെമ്പർ വരെ ഇവിടെ വിളിച്ചു പറയൂ, ഓ ഇവിടെ പ്രശ്നമാണോ. അതേപോലെ തന്നെ ഇടതുപക്ഷേ ഇവിടെ അങ്ങനെയില്ല ജുനാദ്, ഇവിടെ എല്ലാ ശക്തമായ ഒരു ഭരണഘടനാ സംവിധാനമുണ്ട്, എല്ലാ നിയമങ്ങളുള്ള മറ്റേതൊരു രാജ്യത്തെ മുസ്ലിങ്ങൾ ജീവിക്കുന്നതിനേക്കാൾ സുരക്ഷയിലും സ്വാതന്ത്ര്യത്തിലും സൗകര്യങ്ങളിലും നരേന്ദ്രമോദിയുടെ ഭാരതത്തിൽ മുസ്ലിങ്ങൾ ജീവിക്കുന്നു എന്ന് തന്നെയാ കൃത്യമായിട്ട് കാന്തപുരം സമസ്തയുടെ നേതാവ് പ്രഖ്യാപിച്ചത്. ഇതൊക്കെയായിട്ട് ഒരുപാട് ആളുകൾ കാന്തപുരത്തെ ഇവരൊക്കെ തന്നെ വലിയ രീതിയിൽ തെറി വിളിക്കുന്നുണ്ട്. അത്തരം തെറി വിളിക്കുന്നതിന്റെ ഒരൊറ്റ ഉദാഹരണം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഒരുപാടുണ്ട് ഇത്തരത്തിലുള്ള. AP വിഭാഗം സുന്നി പ്രവർത്തകർക്ക് ഫാസിസത്തെ കുറിച്ച് ക്ലാസ് എടുത്തിട്ടും ഒരു കാര്യവുമില്ല. ഉസ്താദ് നരകത്തിലാണെങ്കിൽ നമ്മളും നരകത്തിൽ പോയിക്കൊള്ളും എന്ന് പറയുന്ന വിശ്വാസത്തിൽ ഏറ്റവും താഴെത്തട്ടിൽ കിടക്കുന്നവരാണ് അവർ. ഉസ്താദ് BJPയിൽ ചേർന്നാൽ ഇടവും വലവും നോക്കാതെ മുഴുവൻ AP സുന്നികളും BJPയോടൊപ്പം ചേരും. അത് BJP ചേർന്നാൽ പ്രശ്നം. ഒരുപാട് ആളുകൾ ഇവിടെ പ്രചരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയ. പിന്നെ AP ഉസ്താദ് ഒരു കാര്യം പറയുന്നത് അത് മുസ്ലിങ്ങളുടെ നന്മയ്ക്കായിരിക്കുമെന്ന് അവരുമായി ബന്ധപ്പെട്ട സംഘടനയിലെ ആളുകൾ വിശ്വസിക്കുന്നതിൽ മറ്റുള്ള ആളുകൾ എന്തിനാ കുരുവട്ടുന്നത്? അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ. വിശുദ്ധ റമദാന്റെ പടിവാതിൽക്കൽ എത്തിയ ഒരു ദിവസമല്ലേ നാളെയല്ലേ നോമ്പി തുടങ്ങുന്നത്? വലിയ വിശുദ്ധിയോട് കൂടിയിട്ട് മുസ്ലിം സമൂഹം കാത്തിരിക്കുകയാണ് ആ ഒരു ദിനവുമായി ബന്ധപ്പെട്ട്. ഈ സന്ദർഭത്തിൽ ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവിടെ നോമ്പ് നോൽക്കൂല നാളെ മുതൽ എല്ലാ ആളുകളും. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? രാജ്യത്ത് ഒന്നടങ്കം നോമ്പ് നോൽക്കില്ല നാളെ തുടങ്ങില്ലേ? ഇവിടെ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? എന്നാലേ ഈ കാന്തപുരം ഉസ്താദ് പറയുന്നതിനെതിരെയൊക്കെ പറയുന്ന ഓരോ ജിഹാദിയും നിങ്ങളൊക്കെ നെഞ്ചിലേറ്റിയ പാകിസ്ഥാൻ മുതൽ പലസ്തീൻ വരെയുള്ള സ്ഥലങ്ങളെന്ന് ഈ പറയുന്ന പാകിസ്ഥാനിലേക്ക് നിങ്ങൾ നോക്കണം. അവിടെ കഴിഞ്ഞ നോമ്പിലെ അവസ്ഥ എടുക്കാം. ഓരോ വെള്ളിയാഴ്ചകളിലും അവിടെ പള്ളികളിൽ പൊട്ടിത്തെറിച്ചിട്ടില്ലേ? അവിടെ ആദ്യ വെള്ളിയാഴ്ച ഒന്ന് നിസ്കരിക്കാൻ പോലും സാധിക്കൂല. ഏത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിലെ ഈ പറയുന്ന ഇവിടെ കാന്തപുരം പറഞ്ഞതിനെ എതിർക്കുന്ന ഓരോ ആളുകളും ഒന്ന് ചിന്തിക്കണോ?
രാജ്യം, നമ്മുടെ രാജ്യത്തിനപ്പുറമുള്ള ലോകത്ത് ഏതൊരു രാജ്യം എടുത്താൽ എന്താ അവസ്ഥ? ഇപ്പൊ തൊട്ടടുത്ത അയൽരാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാൻ, സിറിയ, ബംഗ്ലാദേശ്, ഇറാൻ, ഇറാഖ്, എവിടെയാണ് ഇവിടെയൊക്കെ മുസ്ലിങ്ങൾക്ക് സമാധാനം ഉള്ളത്? ഏത് പള്ളിയിൽ ഏത് സമയത്ത് പൊട്ടിത്തെറിക്കൂലേ? ഇത് വേറെ ആരെങ്കിലും അവിടെ സംഖ്യകളുണ്ടോ? അല്ല, അവിടെ തമ്മത്തല്ല. എന്നാൽ സംഖ്യകൾ ഭരിക്കുന്ന, നരേന്ദ്രമോദി ഭരിക്കുന്ന, RSS ഭരിക്കുന്ന ഈ രാജ്യത്ത് നാളെ മുതൽ നോമ്പ് ഒടുങ്ങ. ഇവിടെ ഒരു പ്രശ്നമില്ല. സമാധാനത്തിലും സന്തോഷത്തിലും അതിലേറെ ആത്മീയതയിലേക്ക് മുസ്ലിങ്ങൾ കടക്കുന്ന ഒരു സുന്ദരമായ നിമിഷത്തിൽ ഇവിടെ മൊത്തം പ്രശ്നമാണെന്ന് പറയുന്നത് എത്ര തന്തയില്ലായ്മയായിരിക്കും യഥാർത്ഥത്തിൽ. അതൊക്കെ എതിരെ പറയാ എന്നുള്ളത്. കാന്തപുരം ഉസ്താദ് അന്തസ്സോടുകൂടി ഈ രാജ്യത്തെ യാഥാർത്ഥ്യമാ വിളിച്ചു പറഞ്ഞത്. ഈ രാജ്യത്തെ യാഥാർത്ഥ്യം, നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തില് മുസ്ലിങ്ങൾ സുരക്ഷിതരാണ്. ഒരു തർക്കമില്ല, വേണ്ട. അതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തൊട്ടടുത്ത രാജ്യങ്ങളിലൊക്കെ ഒന്ന് നോക്കിയാൽ മതി. ഇവിടെ നോമ്പ് തുറങ്ങ, ഇവിടെ സമാധാനത്തിൽ നോമ്പ് നടത്തുവോ? ഈ പറയുന്ന പാകിസ്ഥാൻ ഏതെങ്കിലും പള്ളിയിൽ നടക്കൂല, പൊട്ടിത്തെറിക്കൂ. എന്നാൽ ഇവിടെയുള്ള ഏതൊരു മുസൽമാൻ ഇവിടെ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരാൻ സാധിക്കൂലേ? ഈ പാകിസ്ഥാനിലൊക്കെ പള്ളിയിൽ പോയാൽ തിരിച്ചു വരാൻ സാധിക്കൂല, പൊട്ടിത്തെറിക്കൂ. ഇത് വെറുതെ പറയല. ആർക്ക് വേണമെങ്കിലും ഗൂഗിളിൽ ഒന്ന് പരിശോധിച്ചൊക്കെ പൊട്ടിത്തെറിയ. ഈ പറയുന്ന ഈ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, സിറിയ, ഇറാഖ് എല്ലാ സ്ഥലവും കണക്കാ. ഇതൊക്കെ കാണുന്ന വിവരവും വിവേകവും ബുദ്ധിയുള്ളൊരു മതപണ്ഡിതന് പ്രധാനമന്ത്രിയുടെ അരികിലേക്ക് എത്തിയിട്ട് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കൃത്യമായിട്ട് രാജ്യത്തോട്, കേരളത്തിലെ മുസ്ലിം ജനതയോട് വിളിച്ചു പറഞ്ഞു ഇവിടെ നമ്മൾ സുരക്ഷിതരാണ് എന്ന്. അതിലിപ്പോ എന്താ പ്രശ്നം? ഹൃദയത്തിൽ നിന്ന് അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ നേരിയ. ഇവിടെ നാളെ BJP-യിലേക്ക് ഈ സംവിധാനങ്ങളൊക്കെ എത്തും, ഇല്ലെന്നൊരു തർക്കവും വേണ്ട. അതിലാർക്കെന്താ പ്രശ്നം? BJP-യിൽ അംഗത്തെടുത്തു എന്നല്ലെങ്കിൽ അതിനനുകൂലിച്ചു എന്ന് പറഞ്ഞ് മതത്തിൽ നിന്ന് പുറത്താക്കാൻ ഈ മതത്തിന്റെ കട്ടിപ്പേർ അവകാശം ഈ പറയുന്ന ജിഹാദികൾക്ക് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? മതം എന്ന് പറയുന്നത് മറ്റൊന്ന്, രാഷ്ട്രീയം എന്ന് പറയുന്നത് മറ്റൊന്ന്. ഇത് രണ്ടും രണ്ടല്ലേ? ആരേത് രാഷ്ട്രീയത്തിൽ വിശ്വസിച്ചാലും ഇവിടെ എന്താ പ്രശ്നം? മതത്തിന് ഇന്നതിലേ പോകുന്നൊക്കെ എവിടുന്ന ഇതൊക്കെ പ്രഖ്യാപിച്ചത്? ഇവിടെ എത്രമാതിരി, ഇവിടെ ഒരുപാട് ആളുകൾ കുരുപൊട്ടി രംഗത്തിറങ്ങുന്നുണ്ട് കാന്തപുരം വിഭാഗത്തിനെതിരെ. കേരളത്തിൽ ഇവിടെ വലിയൊരു മാറ്റം സംഭവിക്കാൻ പോവാ. രാജ്യ നന്മയ്ക്ക് ആര് നിൽക്കുന്നു അവർക്കൊപ്പം ബോധമുള്ള ആളുകൾ നിലകൊള്ളൂ. അവരെ കുറിച്ച് നന്മ, സത്യം വിളിച്ചു പറയൂ. ഓരോ ഈ കാന്തപുരത്തേക്ക് നരേന്ദ്രമോദിയുടെ ഭാരതത്തിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്ന് പറഞ്ഞ വിഷയത്തിൽ കാന്തപുരത്തേക്ക് തെറി വിളിക്കുന്ന ജിഹാദികളെ വിട്ടാൽ അവരെ നമ്മൾ നോക്കുന്ന പോലില്ല. അല്ലാത്ത ഏതെങ്കിലും ഒരാൾക്കൊരു സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചാൽ മതി. ഇവിടെയുള്ള മുസ്ലിങ്ങൾ എത്രത്തോളം സ്വാതന്ത്ര്യത്തിലാണ്, സൗകര്യങ്ങളിലാണ്, സുരക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന്. സത്യം മാത്രമാണ് ഈ വിഷയത്തിൽ കാന്തപുരം വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയാം. കേരളത്തിൽ BJP ഭരിക്കുമെന്നൊക്കെ പറയുമ്പോൾ കുരുപൊട്ടുന്ന ആളുകളൊക്കെ കൃത്യമായിട്ട് കണ്ടുകൊള്ളണം കാന്തപുരത്തിന്റെ ഈ പ്രഖ്യാപനം. ഇതൊരു കാന്തപുരത്തിലൊന്നും നിൽക്കൂല. ഇത് കൃത്യമായിട്ട് എല്ലാ മതങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട സംഘടനകളൊക്കെ തന്നെ അധികം വൈകാതെ തന്നെ ഇതുപോലെയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തും. ജിഹാദികളൊക്കെ കുരു പൊട്ടിക്കാൻ ഇനിയും തയ്യാറായിട്ട് തന്നെ നിന്നോളൂ.